കേരളം എന്ന ഈ അമ്മയുടെ നിലവിളിയിലും കണ്ണീരിലും മുങ്ങിക്കാണി നിൽക്കുകയാണല്ലോ ഗൈസ്. പെണ്ണരുത്തിയുടെ സ്ഥലങ്ങളും നാവും ആയുധങ്ങളായി ഉപകരണങ്ങളായി മാറിയപ്പോൾ നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ അത്താണിയും ആശയവുമാണ്. നിരപരാധിയായ ഒരു മനുഷ്യന്റെ പടുമരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് മുഖാന്തരം. ഇവരെക്കാളൊക്കെ എന്ത് ഭേദമാണ് പിച്ചിപ്പൂവൻ തലയിൽ ചുമക്കൊണ്ട് ഇരുണ്ട തെരുവോരങ്ങളിൽ പല്ലിളിച്ചും ചുണ്ടുകടിച്ചു നിൽക്കുന്ന സ്ത്രീകൾ. എന്റെ മാറിൽ തട്ടു മുട്ടു എന്ന് പറയാതെ പറഞ്ഞ് ചെറിയ പുഞ്ചിരി തൂകി ഫോണും പൊക്കിപ്പിടിച്ച് കാട്ടിക്കൂട്ടിയ ഈ മൂന്നാംകട പ്രഹസനം കണ്ടിട്ട് ചോദിക്കുക, ഏത് കോളേജിൽ നിന്നാണ് സൈക്കോളജി പഠിച്ചത്? തട്ടാതെ മുട്ടാതെ മാറി നിന്ന ഒരു പുരുഷന്റെ മുട്ടിനായി വേഴാമ്പൽ പോലെ കാത്തു നിന്ന നീച ജന്മനെ, തൊട്ടടുത്ത് നിന്ന മനുഷ്യനെ നീ വെറും ഒരു പുരുഷനായി മാത്രം കണ്ടു. അതാണ് നിനക്ക് പറ്റിയത്. അവന്റെ ജീവിതമോ ആ കുടുംബത്തിന്റെ ജീവിതമോ നീ ഓർത്തില്ല. എ സ്പെഷ്യൽ ക്രൂവൽ നാർസിസ്റ്റ് സൈക്കോളജിസ്റ്റ്. സ്ഥലങ്ങൾ ഏത് ജീവിതമോ ആകട്ടെ, അത് തന്റെ കുഞ്ഞുങ്ങളെ പോഷിപ്പിക്കാനുള്ള അമൃത കുംഭങ്ങളായാണ് പ്രകൃതി സ്ത്രീവർഗത്തിന് സമ്മാനിക്കുന്നത്. അത് കൊണ്ടുണ്ടാക്കാനുള്ള കാശുണ്ടാക്കാനുള്ള പണിസാധനങ്ങളല്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ മാംസകഷ്ണങ്ങൾ മാത്രമാണ്. പണമുണ്ടാക്കാൻ ഏകറ്റം വരെയും പോകുന്ന നാണവും മാനവും നിലവാരവും ഇല്ലാത്ത കോണ്ടന്റുകളാണ്. ഗോവിന്ദപുരത്തെ അമ്മയുടെ മുഖം ഓർക്കുമ്പോൾ പലതും പറയണമെന്നുണ്ട്. പക്ഷേ പിന്നെ പറയാം.